ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. രവി ഗൗരിയെ കൊണ്ട് ഓഫീസിലെത്തി. കാർ നിർത്തിയിറങ്ങി ഡോർ തുറന്ന് ഗൗരിയോട് ഇറങ്ങാൻ പറഞ്ഞു. അവൾ സങ്കടത്തോടെ രവിയെ ഒന്ന് നോക്കി. കരയണ്ട, ഇറങ്ങ്, രവി പറഞ്ഞു. ഒഴുകി വന്ന കണ്ണുനീർ തുടച്ച് അവൾ പുറത്തിറങ്ങി. ഇപ്പോൾ സാറിൻ്റെ ദേഷ്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല. പേടിക്കാതെ ചെല്ല്, രവി പറഞ്ഞു. അവൾ അവിടെയുള്ളവരെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ട് ഓഫീസിലേക്ക് നോക്കി കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. വീണ്ടും കണ്ണുനീർ തുടച്ച് മെല്ലെ അകത്തേക്ക് കയറി ചെന്നു. റിസപ്ഷനിൽ ഇരിക്കുന്ന അപർണ ഗൗരിയെ കണ്ട് ചോദിച്ചു, നീ എന്താ വൈകി വരുന്നത്? നിന്റെ കല്യാണം കഴിഞ്ഞോ? അവൾ ഒന്നും മിണ്ടാതെ സങ്കടത്തോടെ അകത്തേക്ക് കയറിപ്പോയി. വേഗം ചെന്ന് അവളുടെ സീറ്റിലിരുന്നു. ഗൗരി ലേറ്റായി ഓഫീസിലേക്ക് കയറി വരുന്നത് കണ്ട് അഞ്ജലി ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, നിനക്ക് തോന്നുന്നത് പോലെ കയറി വരാൻ ഇതെന്താ സത്രോ? ദീപ ഗൗരിയെ കണ്ട് അവളുടെ അടുത്തേക്ക് ഓടി വന്നു. ഗൗരി, നിനക്ക് എന്താ പറ്റിയത്? ദീപ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ സീറ്റിലിരുന്നു കൊണ്ട് തന്നെ ദീപയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഗൗരിയെ കണ്ട് നാൻസിയും അവളുടെ അടുത്തേക്ക് വന്നു. നിന്റെ കല്യാണം കഴിഞ്ഞോ? നാൻസി ചോദിച്ചു. ആരെ അറിയിക്കാതെ ഇത്ര പെട്ടെന്ന് കല്യാണം നടത്താനുള്ള എന്ത് സാഹചര്യമടി നിനക്കുണ്ടായത്? അഞ്ജലി ചോദിച്ചു. അവൾ ആരുടെ ചോദ്യത്തിനും മറുപടി കൊടുക്കാതെ ദീപയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. ദീപ ഗൗരിയെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ തലോടിക്കൊണ്ട് കരയാതെ ഗൗരി എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അതിനുശേഷം അഞ്ജലിയോടും നാൻസിയോടും പറഞ്ഞു, നിങ്ങൾ ഈ ഓഫീസിൽ ജോലി ചെയ്യാനല്ലേ വന്നിരിക്കുന്നത്? അത് പോയി ചെയ്യ്. മറ്റു കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. നിങ്ങൾ പിന്നെ മറ്റെന്തിനെങ്കിലും വന്നതാണോ? അഞ്ജലി ചോദിച്ചു. അഞ്ജലി, ഒരിക്കൽ നീ എൻ്റെ കൈയുടെ ചൂടറിഞ്ഞതാണ്. ഇനിയും വാങ്ങിക്കണ്ട. ചെന്നിരുന്ന് നിന്റെ ജോലി ചെയ്യാൻ നോക്ക്, ദീപ പറഞ്ഞു. ഞങ്ങളെപ്പോലെ ജോലി ചെയ്യാൻ തന്നെയാണ് ഇവളും വരുന്നത്. ഇവൾക്ക് തോന്നുന്നത് പോലെ ഇവൾ കയറി വന്നാൽ ഞങ്ങൾ മിണ്ടാതിരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നാൻസി ചോദിച്ചു. അതെല്ലാം ചോദിക്കാൻ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ വേറെ ഉണ്ട്. അവർ ചോദിച്ചോളും. നിങ്ങൾ നിങ്ങളുടെ ജോലി മാത്രം ചെയ്താൽ മതി, ദീപ പറഞ്ഞു. ഓഫീസിനുള്ളിൽ ബഹളം കേട്ട് രാജീവ് അവിടേക്ക് വന്നു. എന്താ ഇവിടെ? രാജീവ് ചോദിച്ചു. അഞ്ജലിയും നാൻസിയും അത് കേട്ട് മാറി നിന്നപ്പോൾ രാജീവ് ഗൗരിയെ കണ്ടു. ഗൗരി എന്ന് വിളിച്ചുകൊണ്ട് രാജീവ് അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ അപ്പോഴും ദീപയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓഫീസിലുള്ള മറ്റുള്ളവരും ഗൗരിയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. രാജീവ്, ഇപ്പോൾ ഒന്നും ചോദിക്കണ്ട, ദീപ പറഞ്ഞു. നിങ്ങൾക്ക് ജോലിയൊന്നുമില്ലേ? നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാൻ നോക്ക്, രാജീവ് എല്ലാവരോടുമായി പറഞ്ഞു. അപ്പോൾ എല്ലാവരും അവരുടെ ജോലി ചെയ്യാൻ തുടങ്ങി. രാജീവ് സങ്കടത്തോടെ അവളെ ഒന്ന് നോക്കി അവിടുന്ന് അവൻ്റെ ക്യാബിനിലേക്ക് പോയി. ഗൗരി, സാരില്ല, പോട്ടെ, എല്ലാം വിധിയാണെന്ന് വിചാരിക്ക്, കരയാതെ എന്ന് പറഞ്ഞ് ദീപ അവളെ ആശ്വസിപ്പിച്ച് കണ്ണുനീർ തുടച്ചു കൊടുത്തു. നിനക്കിപ്പോൾ വരാൻ പ്രയാസമായിരുന്നെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നില്ലേ? ദീപ ചോദിച്ചു. ദേവൻ ഫോണിൽ ഓഫീസിലെ ക്യാമറ വിഷ്വൽസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോൺ ഓഫ് ചെയ്ത് സെറ്റിയിലേക്ക് ചാരിക്കിടന്ന് കണ്ണുകൾ മെല്ലെ അടച്ചതും രവി ചോദിച്ചു. എല്ലാവരും കൂടെ ചോദ്യങ്ങൾ ചോദിച്ച് അപമാനിക്കുന്നത് കണ്ട് ആസ്വദിച്ചിരിക്കുകയായിരിക്കുമല്ലേ? ദേവൻ രവിയെ ഒന്ന് നോക്കിയ ശേഷം തല താഴ്ത്തിയിരുന്നു. സാറ് ചെയ്യുന്നത് ശരിയല്ലെന്ന് സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് പറഞ്ഞതുകൊണ്ടാണല്ലോ അവളോട് ഇത്രയും ചെയ്തു കൂട്ടിയത്. ഈ വാശിയും പകയും എന്തുകൊണ്ടാ സാറിൻ്റെ ശത്രുക്കളോട് കാണിക്കാത്തത്? അവരോട് കളിക്കാൻ നിന്നാൽ അവർ വേരോടെ പിഴുതുകളയെന്ന് സാറിനറിയാം. അവളൊരു പെണ്ണാണ്, തിരിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന സാറിൻ്റെ വിശ്വാസമാണ് അവളോട് ഇങ്ങനെ ചെയ്യാൻ കാരണം, അല്ലേ? പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഒരു പെണ്ണായിരുന്നു അവളെങ്കിൽ സാർ അവളുടെ കഴുത്തിൽ കെട്ടിയ താലിയുടെ അവകാശം പറഞ്ഞ് കോടീശ്വരനായ ഈ മഹാദേവൻ്റെ ഭാര്യയായി അവൾ ഇവിടെ കൂടുമായിരുന്നു. അവളോട് ചെയ്തതിനെല്ലാം പ്രതികാരം ചെയ്യാൻ. അല്ല, വൈകിട്ടില്ല. ഓഫീസിലും അതിനൊരു ചാൻസ് ഉണ്ട്. എത്ര പാവം പെണ്ണാണെങ്കിലും അവളുടെ അഭിമാനം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പ്രതികാരദാഹിയായി മാറും അവൾ. സാറ് കരുതിയിരുന്നോ? മിക്കവാറും റിസൈൻ ലെറ്റർ അവൾ ഇന്ന് തന്നെ തരും. എന്നാലും 6 മാസം ഉണ്ടല്ലോ, അതൊക്കെ അവൾക്ക് ധാരാളമായിരിക്കും. ദേവൻ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി തന്നെ ഇരുന്നു. മഹാദേവ് അസോസിയേറ്റ്സ് ഓണർ മഹാദേവൻ്റെ തല ഇങ്ങനെ താഴ്ന്നിരിക്കുന്നത് അത്ര പ്രൗഢിയായി തോന്നുന്നില്ല. ഇനിയെങ്കിലും ഈ തല ആരുടെ മുന്നിൽ താഴാതിരിക്കാൻ ശ്രമിക്കുന്നതാ നല്ലത്. ഓഫീസിലേക്ക് പോകണ്ടേ? വരൂ എന്ന് പറഞ്ഞ് രവി അവിടുന്ന് പോയി. രാമകൃഷ്ണൻ വീണ്ടും ഗൗരിയുടെ വീട്ടിലേക്ക് ചെന്നു. രാഘവൻ ജോലിക്കും കുട്ടികൾ സ്കൂളിലേക്കും പോയിരിക്കുകയായിരുന്നു. കോളിംഗ് ബെൽ ശബ്ദം കേട്ട് പങ്കജം വാതിൽ തുറന്നു നോക്കുമ്പോൾ
വൃത്തികെട്ടൊരു ചിരിയും ചിരിച്ച് രാമകൃഷ്ണൻ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. രാഘവൻ ജോലിക്ക് പോയിട്ടുണ്ടാകും അല്ലേ എന്ന് ചോദിച്ച് അയാൾ അകത്തേക്ക് കയറി. അയാളുടെ ആ പ്രവൃത്തി കണ്ട് പങ്കജം ഒന്ന് ഞെട്ടി. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഇവിടെ മറ്റാരുമില്ല, പുറത്തേക്ക് ഇറങ്ങ്, പങ്കജം പറഞ്ഞു. കുട്ടികൾ സ്കൂളിൽ പോയിരിക്കും അല്ലേ? എൻ്റെ മക്കളും സ്കൂളിൽ പോയി എന്ന് പറഞ്ഞ് അയാൾ ലിവിംഗ് റൂമിൻ്റെ സെറ്റിയിൽ പോയിരുന്നു. രാമകൃഷ്ണ, പുറത്തേക്ക് ഇറങ്ങ്, ഇല്ലെങ്കിൽ ഞാൻ ആൾക്കാരെ വിളിച്ചു കൂട്ടും, പങ്കജം പറഞ്ഞു. വിളിക്ക്, വേഗം വിളിക്ക്. നിങ്ങൾ കുറച്ച് കാശ് തരാനുണ്ട്, അത് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണെന്നും ഇവിടെ വന്നപ്പോൾ കാശ് തരാതിരിക്കാൻ മറ്റു പലതിനും എന്നെ നിർബന്ധിക്കുകയാണെന്നും എന്നാൽ എനിക്ക് കാശ് മതിയെന്ന് പറഞ്ഞപ്പോൾ ബഹളം ഉണ്ടാക്കുകയാണെന്നും ഞാൻ അവരോട് പറഞ്ഞോളാം. വേഗം വിളിക്ക്, രാമകൃഷ്ണൻ പറഞ്ഞു. രാമകൃഷ്ണ, ഞങ്ങളുടെ കയ്യിലിപ്പോൾ കാശില്ല. നീ അവളോട് തന്നെ പോയി ചോദിക്ക്. അവൾക്ക് വേണ്ടിയല്ലേ നീ കാശ് ചെലവാക്കിയത്, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ, പങ്കജം പറഞ്ഞു. അവളെ ഞാൻ കാണുന്നുണ്ട്, കാശ് ചോദിക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരും കൂടി എന്നെ പൊട്ടനാക്കാമെന്ന് വിചാരിക്കണ്ട. ഞാൻ ചെലവാക്കിയ കാശ് തിരിച്ച് ഞാൻ വാങ്ങുക തന്നെ ചെയ്യും. അത് കിട്ടുന്നത് വരെ ദിവസവും ഞാനിവിടെ വന്നു പോയിക്കൊണ്ടിരിക്കും. തരാതെ നിങ്ങൾക്ക് വേറൊരു നിവർത്തി ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് രാമകൃഷ്ണൻ അവിടുന്ന് എഴുന്നേറ്റു. രാഘവൻ വരുമ്പോൾ പറഞ്ഞേക്ക് ഞാൻ വന്നിരുന്നു എന്ന്. കാശ് കിട്ടുന്നത് വരെ ദിവസം വരുമെന്ന് പറഞ്ഞെന്നും പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് ഇറങ്ങി. ഈശ്വര, ഇതിപ്പോൾ വല്ലാത്ത കുരുക്കായി പോയല്ലോ. മറ്റവൻ തന്ന കാശ് മുഴുവൻ ഡെപ്പോസിറ്റും ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നാലോചിച്ച് പങ്കജം രാമകൃഷ്ണൻ പോകുന്നത് നോക്കി നിന്നു. ദേവൻ ഓഫീസിലേക്ക് വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു. എന്നാൽ ഗൗരി അവളുടെ ടേബിളിൽ കൈവച്ച് അതിലേക്ക് തല ചായ്ച്ചു വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ദേവൻ അവളെ ഒന്ന് നോക്കിയെങ്കിലും ഒന്നും പറയാതെ ദേവൻ്റെ ക്യാബിനിലേക്ക് പോയി. ഗൗരി വർക്കൊന്നും ചെയ്യാതിരിക്കുന്നത് കണ്ട് അഞ്ജലിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഒന്നും ചെയ്യാതെ വെറുതെ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുക. അത് കണ്ടിട്ടും ദേവൻ ഒന്നും പറയാതെ പോയി. അവൾ മനസ്സിൽ ചിന്തിച്ചു. കുറച്ചു കഴിഞ്ഞ് പുറത്ത് ആരുടെയോ ബഹളം കേട്ട് ദീപ റിസപ്ഷനിൽ ചെന്ന് ചോദിച്ചു. എന്താ അപർണ ബഹളം കേൾക്കുന്നത്? അറിയില്ല ദീപ ചേച്ചി, വാച്ച്മാനോട് ആരോ വഴക്കുണ്ടാക്കുക, അപർണ പറഞ്ഞു. മാറി നിൽക്ക്, എനിക്ക് അവളെ കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് വാച്ച്മാനെ തള്ളിമാറ്റി രാമകൃഷ്ണൻ അകത്തേക്ക് കയറി വരുമ്പോൾ ദീപ ചിന്തിച്ചു, ഇത് അയാളല്ലേ? എന്നിട്ട് ഗൗരിയെ ഒന്ന് നോക്കി. അവൾ അപ്പോഴും ടേബിളിലേക്ക് തല ചായ്ച്ചു വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എടി, എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചോ നീ? ഇറങ്ങി വാടി ഇവിടെ എന്ന് പറഞ്ഞ് രാമകൃഷ്ണൻ ഓഫീസിലേക്ക് കയറി വന്നതും ഗൗരി ഞെട്ടി എഴുന്നേറ്റു. നിങ്ങൾ ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കാതെ വീട്ടിലേക്ക് പോകൂ, ഇതൊരു ഓഫീസാ, ദീപ പറഞ്ഞു. ഓഫീസ്? ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവളെ കണ്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനാണ് വന്നത് എന്ന് പറഞ്ഞ് രാമകൃഷ്ണൻ ഗൗരിയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവൾ പേടിച്ച് അവിടുന്ന് എഴുന്നേറ്റ് മാറി നിന്നു. ഓഫീസിനുള്ളിൽ ബഹളം കേട്ട് രാജീവും ദേവനും രവിയുമെല്ലാം അവിടേക്കെത്തി. ആരയാളെ അകത്തേക്ക് കയറ്റിവിട്ടത്? പിടിച്ചു പുറത്താക്ക്, ദേവൻ പറഞ്ഞു. ഒരുത്തനെങ്കിലും എന്നെ തൊട്ടാൽ നിങ്ങൾ വിവരം അറിയും. ഞാൻ ഇവളോട് കുറച്ച് സംസാരിക്കാനാണ് വന്നത്. സംസാരിച്ചു കഴിഞ്ഞാൽ പോയിക്കോളാം, രാമകൃഷ്ണൻ പറഞ്ഞു. നിങ്ങൾ വെറുതെ ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കണ്ട. ഗൗരി വീട്ടിലേക്ക് വരുമ്പോൾ സംസാരിക്കാം. ഇപ്പം നിങ്ങൾ ഇവിടുന്ന് പോകണം, രാജീവ് പറഞ്ഞു. ഇവള് നിങ്ങളിൽ ആരുടെ വീട്ടിലേക്കാണ് വരുന്നത്? നിന്റെ വീട്ടിലേക്കോ? രാജീവിനോട് രാമകൃഷ്ണൻ ചോദിച്ചു. വെറുതെ അനാവശ്യം പറയണ്ട, രാജീവ് പറഞ്ഞു. ഗൗരി അതെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഞാൻ പറയുന്നതാണോ അനാവശ്യം? ഇവളും ഇവളുടെ അച്ഛനും കൂടി ചെയ്തതെന്താ? ഇവളെ കൊണ്ട് അതിനുത്തരം പറയിപ്പിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. നിങ്ങളെല്ലാവരും കേൾക്കണം. ഇവളെ കെട്ടിച്ചു തരാമെന്നും പറഞ്ഞ് എന്നെക്കൊണ്ട് ഇവൾക്കും ഇവളുടെ വീട്ടുകാർക്കും വേണ്ടി കുറേ കാശ് ചെലവാക്കിച്ചിട്ട് കല്യാണത്തലേന്ന് കല്യാണത്തിന് ഇവൾക്ക് കൊടുക്കാനുള്ള പുടവയുമായി ഞാൻ ഇവളുടെ വീട്ടിൽ ചെന്നപ്പോൾ പറയുന്നു ഇവള് മറ്റാരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയെന്ന്. അത് കേട്ട് എല്ലാവരും ഞെട്ടി ഗൗരിയെ തന്നെ നോക്കി. രാജീവ് ഗൗരിയെ ഒന്ന് നോക്കിയ ശേഷം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ദീപയെ നോക്കി. ദീപയും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ അമ്പരന്ന് നിൽക്കുകയായിരുന്നു. ഇവളെ കാണിച്ച് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്ത സാധനങ്ങളുടെ വില എനിക്ക് കിട്ടിയേ പറ്റൂ, രാമകൃഷ്ണൻ പറഞ്ഞു.